മോട്ടറോളയുടെ മോട്ടറോള റേസർ 60 എന്ന പുതിയൊരു ഫ്ലിപ്പ് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള റേസർ 60 എന്ന ഫ്ലിപ്പ് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ഫോണാണ്, അതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. ഉള്ളിൽ 6.96 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. POLED പാനലാണ് ഇതിൽ വരുന്നത്. LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 3.63 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ പുറത്ത് അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസ് നമുക്ക് ലഭിക്കുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന POLED പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1700 നിറ്റ്സ് ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ഇപ്പം 2 ഡിസ്പ്ലേ വരുന്നുണ്ട്, ഒന്ന് ഫോൾഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പുറത്ത് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 188 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.25 mm ആണ് ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത്. ഇനി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിക്നെസ് വരുന്നത് 15.85 mm ആണ്. പിന്നെ IP48 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ടൈറ്റാനിയം ഹിഞ്ചും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്മാർട്ട് ഫോണിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7400X എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ് ഇത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫോൺ നമ്മൾ എടുക്കുന്നത് പെർഫോമൻസിന് വേണ്ടിയിട്ടല്ല, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇവിടെ പെർഫോമൻസിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ട്. പക്ഷേ ഫ്ലിപ്പ് ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്ലിപ്പ് ഫോണുകളുടെ കാര്യത്തിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അവൻ ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തരക്കേടില്ലാത്ത പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. പക്ഷേ മൊത്തം നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും അല്ല. അവൻ ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഓക്കെ എന്ന് പറയാം. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. UFS 3.1 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടി നന്നായേനെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ. പിന്നെ NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള HelloUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.7 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 13 മെഗാപിക്സലിൻ്റെ f2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സെൻസർ തന്നെ മാക്രോ സെൻസറായിട്ടും യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.4 വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം ബാക്കി നോർമൽ ഫോൺസിൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ടെലിഫോട്ടോ ലെൻസും പെരിസ്കോപ്പ് ലെൻസും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 4500 mAhൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇപ്പം നോർമൽ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി കുറവാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഫ്ലിപ്പ് ഫോണുകളുടെ കാര്യത്തിൽ ബാറ്ററി കപ്പാസിറ്റി അധികം കാണാറില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി കപ്പാസിറ്റിയാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. നോർമൽ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി അത്ര മികച്ചത് എന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 49,999 രൂപയാണ്. ജൂൺ 4 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ മോട്ടറോളയുടെ വെബ്സൈറ്റ് വഴിയും ഒക്കെയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പം നിങ്ങൾ 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും, പുറത്ത് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തിരക്കേടില്ലാത്ത പ്രോസസ്സറും തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലിപ്പ് ഫോണാണ് ഇത് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഫ്ലിപ്പ് എന്നുള്ള ഫീച്ചർ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ മെയിനായിട്ട് പെർഫോമൻസോ ഗെയിമിങ്ങോ അല്ലെങ്കിൽ ക്യാമറയോ അല്ലെങ്കിൽ ബാറ്ററി ഒക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.